ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് സാർ ഒരുപാട് വീഡിയോകൾ അതിന് വിശദമായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ കേരളത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കും. അവിടുത്തെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ നേരത്തെ അദ്ദേഹം കർണാടകയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. BJPയുടെ നേതാവാണ്. ആ BJPയുടെ നേതാവായിട്ടുള്ള രാമയ്യ അശോക അല്ലെങ്കിൽ ആർ അശോക പറഞ്ഞേക്കുന്നത് ഇവിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഒരു മുസ്ലിമാണെന്ന്. കൂടാതെ ഇത് കേരള സർക്കാരിൻ്റെ ഒരു ഗൂഢാലോചനയാണ്. കേരള സർക്കാരാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ളതാണ്. എന്ത് പറയാനാണെന്ന് പറയില്ല. അതുപോലെ കേരളത്തിലുള്ള ആളുകൾക്കാണ് ഇതിനോട് കൂടുതൽ താല്പര്യം, അവിടുത്തെ മീഡിയകൾക്കുമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് മറ്റൊരു അവസരത്തിലാണ്. എന്ന് പറഞ്ഞാൽ തീർത്തും അസംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഷിബിലി അറിയേണ്ടത്, നേരത്തെ ഈ ശുചീകരണ തൊഴിലാളി ആരാണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്കൊന്നും അറിവില്ല. പക്ഷെ ഇപ്പം അത് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം അദ്ദേഹം അവിടെ സ്ഥലത്ത് വരികയും ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ഏതാണ്ട് 13-15ഓളം സ്ഥലങ്ങൾ ഇപ്പോൾ കുഴിച്ചു നോക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. കാരണം നേരത്തെ പറഞ്ഞ പ്രണബ് മൊഹന്തി DGP തന്നെ ഇദ്ദേഹത്തെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു 8 മണിക്കൂർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിനു മുമ്പ് ഒരു SP ആയിരുന്നു ക്വസ്റ്റ്യൻ ചെയ്ത്. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുകയും വിശദാംശങ്ങളൊക്കെ തേടുകയും ചെയ്തുകൊണ്ട് ഏതാണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ അന്വേഷണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന അവിടുത്തെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അതായത് നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് സിദ്ധരാമയ്യയാണ്. അപ്പോൾ പരമേശ്വരയാണ് മറ്റേ നമുക്കറിയാം ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹമൊക്കെ തന്നെ മനസ്സില്ലാ മനസ്സോടുകൂടി വലിയ തോതിലുള്ള പ്രഷർ ഉണ്ടായതുകൊണ്ട്, സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുന്നത്. കാരണം കർണാടകയിൽ ഇപ്പോൾ ഗ്യാഗ് ഓർഡറൊക്കെ നേടി 8842 ലിങ്കുമായിട്ട് ചെന്ന് ഗ്യാഗ് ഓർഡറൊക്കെ നേടിയെങ്കിൽ പോലും അവിടെയുള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം തടുക്കാൻ കഴിയാത്ത വിധം ഇത് വലിയ തോതിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാർത്തയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകളാണ്. ഇവിടെ സാറ്റലൈറ്റ് ചാനലുകൾ അധികം ഇത് ടേക്കപ്പ് ചെയ്തിട്ടില്ല. കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ആളുകൾ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഒക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലെവലിലാണ്. പിന്നെ നമുക്കറിയാലോ ഇന്ത്യ ടുഡേയും CNN-ഉം അതുപോലെ തന്നെ റിപ്പബ്ലിക് ചാനലും ഒക്കെ തന്നെ ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള സമ്മർദ്ദമുള്ളത് കൊണ്ട് തന്നെ ഇത് അന്വേഷണം നടത്താതിരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലാണ് പരമേശ്വരൻ ഇതിന് ഓർഡർ ഇട്ടേക്കുന്നത്. ആ സമയത്താണ് ഈ പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷമായിട്ടുള്ള BJP എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ മുസ്ലിമാണ്, അതും കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെയൊക്കെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അതായത് ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടും ഈ പറയുന്ന ധർമ്മസ്ഥലയിലെ മറ്റേ ധർമാധികാരി എന്നൊക്കെ വിളിക്കുന്ന അയാളെ ഒന്നും കൈവിടാൻ ഇവരാരും തന്നെ തയ്യാറല്ല. ഈ അന്വേഷണം പോലും ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. സാർ, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് സർക്കാർ തന്നെ ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ശരിക്കും അവർക്കിത് പ്രതിഷേധിക്കേണ്ട ഒരു ആളല്ലേ പ്രതിപക്ഷം എന്നുള്ളത്. അപ്പം അവരും കൂടി ഇങ്ങനെ പറയുമ്പോൾ ഷിബിലി ഇത് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലൊക്കെ ഇത് തന്നെയാണ്. പക്ഷേ കർണാടകത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ അങ്ങേയറ്റമാണ്. അവിടെ രാഷ്ട്രീയക്കാലം എല്ലാവരും ഒന്നാണ്. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ ഒരു കേസുണ്ടായിട്ട് ആരെങ്കിലും പ്രതിഷേധിച്ചു? കാരണം അത് ദേവഗൗഡയുടെ ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇപ്പോൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഷിബിലി. ഏതെങ്കിലും കക്ഷികൾ ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ മീഡിയയും നാഷണൽ മീഡിയകളും ഒക്കെ തന്നെ ഇത് ടേക്കപ്പ് ചെയ്തതുകൊണ്ട് ഒരു അന്വേഷണം നടത്താതെ വേറെ നിവർത്തിയില്ല എന്നുള്ളത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഇപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടേക്കണത്. ഇന്ന് മുതൽ ഇപ്പോൾ ഷിബിലി നമ്മൾ ഈ വീഡിയോ എടുത്തു കഴിയുമ്പോഴത്തേക്കും കുഴിക്കൽ തുടർന്നാൽ അവിടെ വലിയ തോതിലുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരും. പിന്നെ ഇതിപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിപ്പോൾ ചാനലുകളിൽ വന്നു തുടങ്ങിയില്ല എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഇന്ന് ആ ശുചീകരണ തൊഴിലാളി അവിടെ മൊഴി കൊടുത്തേക്കുന്നതിൽ ആദ്യം അദ്ദേഹം പൊതുസ്ഥലങ്ങളും വനാതിർത്തികളിലൊക്കെയുള്ള സ്ഥലങ്ങളായിരുന്നെങ്കിൽ അവിടെ പല എസ്റ്റേറ്റുകൾക്കകത്തും ഇതുപോലെ തന്നെ ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള എസ്റ്റേറ്റുകൾക്കകത്ത് പോലും ഇതുപോലെ നിരവധി പെൺകുട്ടികളെയൊക്കെ മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മൊഴി കൂടി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ 10-15 സ്പോട്ടുകൾ കണ്ടെത്തുകയും അവിടെ കൃത്യമായിട്ട് കുഴിച്ചു നോക്കുകയൊക്കെ ചെയ്താൽ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന് ചുരുക്കം. പിന്നെ നമ്മൾ സിനിമയിൽ കാണുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വേദവല്ലി എന്ന് പറയുന്ന ഒരു ടീച്ചർ കൊല്ലപ്പെട്ട സംഭവം.
1986-ലാണ്. 86-ൽ അവർ വളരെ മിടുക്കിയായിട്ടുള്ളൊരു ടീച്ചറായിരുന്നു, ഹൈലി ക്വാളിഫൈഡ് ആയിരുന്നു. അവർ സ്കൂളിലേക്ക് വരുന്നു, എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ട ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചറാകുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ അവിടെ HM ആകാനുള്ള, ഹെഡ്മിസ്ട്രസ് ആവാനുള്ള ഒരു പദവി കിട്ടുന്നത്, അവിടെ വേക്കൻസി വരുന്നത്. അതിലേക്ക് ഏറ്റവും കൂടുതൽ അർഹത ഉണ്ടായത് ഇവർക്കാണ്. പക്ഷെ ഇവരെ ആക്കാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള, അതായത് ഇവരുടെ കോളേജാണ്, ഈ പറയുന്ന നമ്മുടെ വീരേന്ദ്ര ഹെഗ്ഡെയുടെയൊക്കെ ഫാമിലിയുടെ കോളേജാണ്, സ്കൂളാണ് SDM സ്കൂൾ എന്ന് പറയുന്നത്. ആ സ്കൂളിൽ അവരാകാതിരിക്കാൻ വേണ്ടി മാക്സിമം പണിപ്പെടുന്നു. ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കോടതിയിലേക്ക് പോകുന്നു. കോടതി ചെന്ന് ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി സമ്പാദിക്കുന്നു. ആ വിധി സമ്പാദിച്ചതിന് ശേഷം ഈ വേദവല്ലി ടീച്ചർ അവിടെ പ്രധാന അധ്യാപികയാകുന്നു. അപ്പോൾ ആ ടീച്ചർ ആദ്യം വേറെ ആളെ ആക്കുന്നു, അപ്പോഴാണ് ഇവർ കോടതി പോകുന്നത്. അപ്പോഴത്തേക്കും നിന്ന് പ്രധാന അധ്യാപികയാകുന്നു. പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈഫിൻ്റെ, ഈ വേദവല്ലി എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്, ഹിലാരി അങ്ങനെ എന്തോ അയാളുടെ പേര്, അതേപോലത്തെ ഒരു പേരാണ്. അപ്പോൾ ആ പേരുള്ള അയാൾ ഡോക്ടറാണ്. അയാൾ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നു. ഇതിന് ശേഷം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇയാൾ വീട്ടിൽ ഇല്ലാതിരുന്ന ഒരു ദിവസം ചില ആളുകൾ ഇവരുടെ വീട്ടിലേക്ക് കയറുന്നു. കുളിമുറിയിൽ വെച്ച് ഇവരെ പച്ചക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഇനി കത്തിച്ചതിന് ശേഷം എന്താ സംഭവിക്കുകയെന്ന് അറിയുമോ? ഈ പറയുന്ന ഡോക്ടറായിട്ടുള്ള മനുഷ്യൻ ചെന്ന് പരിഭ്രാന്തിയോട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നു. പോലീസ് അയാളെ പ്രതിയാക്കുന്നു, അന്വേഷണം നടക്കുന്നു. ഒടുവിൽ കോടതി അയാളെ വെറുതെ വിടുന്നു. അയാൾ ആ നാട് ഉപേക്ഷിച്ച് പോകുന്നു. ഒരു അതിശയോക്തി ഇല്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി യഥാർത്ഥത്തിൽ ഇപ്പോൾ വേറെ ഒരു വഴിയുമില്ല, സംസാരിക്കാനൊന്നും നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ അപ്പം പോലും ഈ പറയുന്ന ഓപ്പോസിഷൻ ലീഡർ വന്നിട്ട് ഇത് കേരളത്തിൽ നിന്നാണ്, മുസ്ലിമാണെന്ന് പറയുകയാണ്. അയാൾ മുസ്ലിമേ അല്ല, അയാൾ ദളിതനായിട്ടുള്ള, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ദളിതനായിട്ടുള്ള ഒരു ശുചീകരണ തൊഴിലാളിയാണ്. അദ്ദേഹത്തെ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ല സാർ, ഇദ്ദേഹം പറയുന്നത് ആ യൂട്യൂബർ ആയിരിക്കും. അല്ല, യൂട്യൂബറെ പറയാം. യൂട്യൂബർ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്. മറ്റേ ഷിബിലി ഉദ്ദേശിച്ചത് ദൂത, അതിൻ്റെ ആളായിരിക്കും. അപ്പം അതൊക്കെ സമീർ MD അതൊക്കെ. പക്ഷെ അതല്ല ഷിബിലി പറഞ്ഞേക്കുന്നത്. ഇയാൾ അങ്ങനെ ബോധമില്ലാതെ പറയുന്ന ഒരാളൊന്നുമില്ല. ഇയാൾ ഒപ്പോസിഷൻ ലീഡറാണ്, ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അയാൾ പറഞ്ഞേക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അങ്ങനെ വെറുതെ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നുള്ള നിലക്ക് ഷിബിലി നിസ്സാരവൽക്കരിക്കരുത്. ഒന്ന് ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം അയാൾ ഇത്തരത്തിൽ പിന്നെ കേരള ഗവൺമെന്റിനെ കുറിച്ച് കൂടി പറയൂ. കർണാടക കേരള ഗവൺമെന്റ് കൂടി ഗൂഢാലോചന ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് CPM-ന്റെയും പിണറായി വിജയൻ്റെയൊക്കെ ഗൂഢാലോചനയുണ്ട്, നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കൂടി ഗൂഢാലോചന ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഇതൊരു അത്ഭുതമായിരിക്കും കേട്ടോ. കാരണം സാധാരണക്കാരൻ്റെ മരണത്തിനും ഈ പറയുന്ന കുറേ പാവം പിടിച്ച ഹിന്ദു പെൺകുട്ടികളൊക്കെയാണ് അവിടെ മരിച്ചു പോയേക്കുന്നത്. അപ്പോൾ ആ മരിച്ചു പോയതൊന്നും ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെയല്ല കേരളം. അതുകൊണ്ട് അവരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള നിരവധി മാധ്യമങ്ങളൊക്കെ തന്നെ അവിടെ ചെന്ന് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അവരെ വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ്. ഇന്നലെ തന്നെ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ വലിയ കാവലാണ് ഏർപ്പെടുത്തിക്കണം. ഈ 19-20 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുകയും അവിടെയൊക്കെ തന്നെ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തേക്കണം. എന്ന് പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും സമയം കിട്ടുമായിരുന്നെങ്കിൽ കുഴിച്ച് മാറ്റാമായിരുന്നു. പക്ഷെ അത്രയും മാറ്റാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത് മുഴുവൻ പരന്നു കിടക്കാണ്. സ്ഥലത്തെ പ്രൈവറ്റ് എസ്റ്റേറ്റുകളിലേക്കും കൂടി ഇത് പോവുകയാണെന്ന് പറയുന്നത്. എത്ര ഭീകരമാണ് അവസ്ഥ. രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഇത് സത്യം തെളിയുമോ ഇല്ലെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. സത്യം തെളിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വലിയ തോതിലുള്ള ജനരോഷം ഉണ്ടായാൽ ഈ പയ്യാക്കളുടെ കയ്യിൽ ഒരു 10,000-10,000 പേര് ഇദ്ദേഹത്തെ അനുകൂലിച്ചൊക്കെ ജീവിക്കുന്ന പല ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ഈ അമ്പലവുമായിട്ടൊക്കെ ചേർന്ന് ജീവിക്കുന്ന 10,000-10,000 ആളുകളുണ്ട്. അവരുടെ വോട്ട് പുള്ളിക്ക് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും ഇയാളുടെ കയ്യിൽ ധാരാളം പണമുണ്ടോ എന്നുള്ളതുകൊണ്ടും പിന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സഹായിച്ചു കൊടുക്കുന്നുണ്ടാവും, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പക്ഷേ അവിടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കർണാടകത്തിലെ മറ്റ് ജനങ്ങളുടെയൊക്കെ വോട്ട് പോകുമെന്നും ഇന്ത്യ മുഴുവൻ തന്നെ ഇത് BJPക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും ഒക്കെ തന്നെ വലിയ തോതിൽ തലവേദനയാകുമെന്നൊക്കെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വിട്ടേക്കണേ. ഇതിൽ വലിയൊരു ചോദ്യമുണ്ട്, രാഹുൽ ഗാന്ധി എന്നൊന്നും മിണ്ടാത്തതെന്ന്. മറ്റൊരു വലിയ ചോദ്യമുണ്ട്, പ്രധാനമന്ത്രി എന്താ ഇതിൽ ഇടപെടാത്തതെന്ന്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ജനം ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിവൃത്തിയില്ലാതെ മാത്രമേ ഇവർ ഈ പറയുന്ന പോലെ ധർമാധികാരിയൊക്കെ കൈവിടുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അതിന് ഉദാഹരണമാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന, ഇപ്പോൾ ഒപ്പോസിഷൻ ലീഡറായിട്ടുള്ള BJPയുടെ ഏറ്റവും വലിയ നേതാവ് തന്നെ ഇത് കേരളത്തിൻ്റെയും
അത് മുസ്ലിം ആണെന്നൊക്കെ പറഞ്ഞ് വർഗീയ നിറം കൊടുത്തുകൊണ്ട് പോലും അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ആദ്യത്തെ സ്റ്റേജിലൊന്നും ശ്രമിച്ചു നോക്കിയിരുന്നുണ്ട്. ഇപ്പം സമീർ എം ഡിയുടെ ദൂത ചാനലിൽ വന്നപ്പോൾ അതിനു മുമ്പ് മറ്റു പല പ്രചാരണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇതൊരു ഈ മറ്റേ നമ്മുടെ ഈ അമ്പലത്തിനെ, അതായത് ധർമ്മസ്ഥലയിലെ പ്രധാനപ്പെട്ട സ്വാമി ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തിരുന്നു. ഇപ്പം തൽക്കാലം അതെല്ലാം ഒഴിവായി. കാരണം ഈ ശുചീകരണ തൊഴിലാളി വന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവർ ഹിന്ദുക്കൾ തന്നെയാണ്, പാവപ്പെട്ട സാധാരണക്കാരായ ഹിന്ദുക്കളാണ്. അവരുടെ വാക്കിനാണല്ലോ കൂടുതൽ വില വേണ്ടത്. അവരാണ് സൗജന്യ കൊല്ലപ്പെട്ടത്. അങ്ങനെയാണ്. വേദവല്ലി ഹിന്ദുവാണ്. ഇതുപോലെ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ളതൊന്നും വിഷയമല്ല. ഏത് മനുഷ്യൻ കൊല്ലപ്പെട്ടാലും ഇവിടെ നിയമം നിലനിൽക്കണം, നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാക്കണം. അതുകൊണ്ട് നീതി കിട്ടണം, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇവരുടെ പ്രചരണം തകർക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സങ്കടമാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. പക്ഷെ അവിടെ കൊല്ലപ്പെട്ടേക്കുന്നവരിൽ മഹാഭൂരിപക്ഷം പേര് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ കരച്ചിലുകൾക്കാണ് നമ്മൾ ആദ്യം ചെവി കൊടുക്കേണ്ടത്.